കുറേ പേര് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്, ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. സോ ഈ ഫോട്ടോസ് എല്ലാം നമുക്ക് സ്നാപ്സീഡിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പിന്നെന്താ, നമുക്ക് പറ്റിക്കാമല്ലോ. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ, നമ്മളിപ്പോൾ എടുത്ത ഫസ്റ്റ് ഫോട്ടോ തന്നെ എടുക്കാമല്ലേ. സോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തൊരു പിക്ചറായിരുന്നു ഇത് ഞാൻ ഫോട്ടോഷോപ്പിനകത്ത് എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ്. സോ ഇതെങ്ങനെ നമുക്ക് മൊബൈൽ ഫോണിനകത്ത് സ്നാപ്സീഡിനകത്ത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. യെസ്, നമ്മുടെ ഫോട്ടോനെ സ്നാപ്സീഡിനകത്ത് ഓപ്പൺ ചെയ്യാം. നമുക്ക് വേണ്ടാവുന്ന ഭാഗം മാത്രം കറക്റ്റ് ക്രോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടൂൾസിനകത്ത് ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം 2 സൈഡ് ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കുക. ഞാൻ അവിടെ 2 സൈഡ് ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ ഹാൻഡ് ഏകദേശം നടുവിൽ വരുന്ന പോലെ ആക്കിയിട്ട് ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് വീണ്ടും ടൂൾസ് എടുക്കുക. അതിനകത്ത് ട്യൂൺ ഇമേജ് എന്ന് കാണില്ലേ, ട്യൂൺ ഇമേജിനകത്ത് ഏകദേശം എല്ലാം സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ അവിടെ സെറ്റ് ചെയ്ത വാല്യൂസ് ബ്രൈറ്റ്നെസ് ഏകദേശം -10 കൊടുത്തു, പിന്നെ കോൺട്രാസ്റ്റ് +11 കൊടുത്തു, ഷാഡോ -24 കൊടുത്തു, സാച്ചുറേഷൻ +24 കൊടുത്തു. ഓക്കെ, വാംത്ത് -28 കൊടുത്തു, ആംബിയൻസ് ഒരു +28 അങ്ങനത്തെ രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഈ പിക്ചർ ഇപ്പം തന്നെ ഒരു ബ്ലൂയിഷ് ടൈപ്പ് ആയി അല്ലേ. സോ ഡൺ. ഇനി സെയിം ടൂൾസ് എടുക്കുക. ടൂൾസിനകത്ത് കേഴ്സ് ഉണ്ടാവും. കേഴ്സിനകത്ത് N01 നമ്പർ 1 N01 എന്ത് വേണമെങ്കിലും പറയാം, അത് എടുക്കുക. ഓക്കെ, അതിൻ്റെ സൈഡ് താഴെ ലെഫ്റ്റ് ഡൗൺ ആയിട്ട് ഒരു റൗണ്ട് കാണും, RGBൻ്റെ റൗണ്ട്. ഓക്കെ, അതിൽ ടച്ച് എന്ന് വെച്ചാൽ റെഡ് ഗ്രീൻ ബ്ലൂ RGB അത് അങ്ങനെ താഴെ കിടക്കുന്നുണ്ടാവും. അതിൽ നമുക്ക് ബ്ലൂവിൽ ടച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൽ താഴെ ഇടയിലുള്ള പോയിന്റും മുകളിൽ ഇടയിലുള്ള പോയിന്റും ഇങ്ങനെ സ്ലൈറ്റ് ഒരു വേവ് വരുന്ന പോലെ ഒരു കറക്റ്റ് ഒരു വേവ്, പെർഫെക്റ്റ് വേവ് ആയിട്ടുള്ളത് ആക്കി വയ്ക്കുക. ഓക്കെ, ആൻഡ് ഫൈനലായിട്ട് ടൂൾസ് എടുക്കുക. അതിനകത്ത് താഴെ വന്നെന്ന് വെച്ചാൽ ലെൻസ് ബ്ലറിന് കാണും. അതായത് നമ്മുടെ സബ്ജക്റ്റ് വരുന്ന ഭാഗത്ത് മാത്രം സർക്കിൾ ഇട്ട് കൊടുക്കുക, സബ്ജക്റ്റ് വരാത്ത ഭാഗത്ത് ഫുൾ ബ്ലർ ആവുന്ന രീതിക്ക് ആക്കുക. സോ നമുക്ക് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് 2 സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് കറക്റ്റ് സബ്ജക്റ്റിന് മേലെ മാത്രം വരുന്ന പോലെ ആക്കുക. ഓൾ ഡൺ. അപ്പോൾ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. വാവ്. സോ ദിസ് ഈസ് ദ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിൾ ചെറിയ വീഡിയോ ആയിരുന്നില്ല, നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. സോ അടുത്ത വീഡിയോ നമുക്ക് കുറച്ചുകൂടി ഹാർഡർ വേർഷൻ, ഇതിൻ്റെ ഒരു കട്ടി കൂടിയ വേർഷൻ നമുക്ക് നോക്കാം അല്ലേ. മേ ബി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും see you guys in the next video with a banger content. വേറെ എന്തെങ്കിലും ടിപ്സ്, ഹാക്സ്, ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ.